സൂക്ഷിച്ചെന്നെ തൃക്കരത്തിൽ താങ്ങണം. രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്തിൽ താങ്ങണം. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി തിരുവെഴുത്തിൽ നിന്നൊരു വചനം വായിക്കാം. 138 സങ്കീർത്തനം അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇവിടെ നാം കാണുന്നത് കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്നൊരു ദൈവം, ജീവിതത്തിൽ നല്ലൊരു സമാപ്തി വരുത്തുന്ന ദൈവം. വിശുദ്ധ ബൈബിളിൽ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും കഷ്ടതയുടെ നടുവിൽ മരണത്തെ മുഖാമുഖം കണ്ടവർ, എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും പ്രാർത്ഥനയിലും അവരുടെ ജീവിതത്തിന് നല്ലൊരു സമാപ്തി വന്ന അനേക അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 38 അധ്യായത്തിൽ ഹിസ്കിയാവ് എന്ന രാജാവിനെ കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ തൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നിന്റെ രോഗം സൗഖ്യമാകില്ല, നീ മരിക്കും നിശ്ചയം, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക. എന്നാൽ ചുവരിന് നേരെ മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ഹിസ്കിയാവിനുള്ള മറുപടിയുമായി യെശയ്യാവ് തിരിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നീ മരിക്കുകയില്ല, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം ദൈവം കൂട്ടി തന്നിരിക്കുന്നെന്ന് കാണുവാൻ സാധിക്കും. ആ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി മരിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെ തിരിച്ചു എന്ന് പറയുന്നു. നിന്റെ ആയുസ്സിനോടുകൂടി ദൈവം 15 സംവത്സരം കൂട്ടിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 27 അധ്യായം വായിക്കുമ്പോൾ പൗലോസ് കൂടെയുള്ള തടവുകാരും മറ്റ് കപ്പൽ യാത്രക്കാരുമായി കടന്നു പോകുമ്പോൾ അതൊരു ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ച കപ്പൽ തകരുന്നതായ അനുഭവം കാണുവാൻ സാധിക്കും. തങ്ങളുടെ ജീവൻ ആപത്തിലായി, തങ്ങളുടെ ആശ അറ്റുപോയ അവസരത്തിൽ പൗലോസ് അവിടെ നിന്ന് ശേഷം കൂടെയുള്ള തടവുകാരോടും യാത്രക്കാരോടും പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. സെയിം പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ എല്ലാവരും പ്രാണന് വേണ്ടി അലറി വിളിച്ചപ്പോൾ ദൈവത്തെ കണ്ട, ദൈവസാന്നിധ്യം അനുഭവിച്ച, ദൈവശബ്ദം കേട്ട ഭക്തൻ താൻ ഉറച്ചു നിൽക്കുന്നതായിട്ടും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നമുക്ക് ഈ ഒരു ധൈര്യം ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്നൊരു ദൈവമുണ്ട്, ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ജീവിതത്തിനൊരു സമാപ്തി വരുത്തുന്ന ദൈവമുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ട നിൻ്റെ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യം എങ്ങനെയുള്ളതായാലും, അത് മരണത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും കഷ്ടതയുടെ അനുഭവത്തിലാണെങ്കിലും ഭാരത്തിൻ്റെ പ്രയാസത്തിൻ്റെയോ ഈശാനമൂലൻ്റെ അനുഭവങ്ങളിലാണെങ്കിലും അതിൻ്റെ മധ്യയെ ജീവിപ്പിക്കുന്ന ദൈവത്തെ, അമേ സ്തോത്രം, സമാപ്തി വരുത്തുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ആ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിനായി സമർപ്പിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ വലിയ കാലം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇന്ന് പകൽക്കാലം നിന്റെ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാലോ. സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.